ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ് ചെയ്യുന്നത്. അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ നമ്മൾ ലോറികൾ, അതായത് ട്രക്കുകൾ ആഡ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതലും നമ്മൾ ആഡ് ചെയ്തത് നമ്മുടെ ടാറ്റയുടെ ട്രക്കുകളാണ്. അപ്പോൾ നമ്മൾ അശോക് ലൈലാൻഡിൻ്റെ ട്രക്കുകൾ ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ അശോക് ലൈലാൻഡിൻ്റെ ഒരു അടിപൊളി ട്രക്കിൻ്റെ മോഡ് കിട്ടിയിട്ട്, അതായത് ഏകദേശം 14 വീലൊക്കെ ഉള്ള നല്ല അടിപൊളി അശോക് ലൈലാൻഡിൻ്റെ ട്രക്കിൻ്റെ മോഡാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും അതേപോലെ തന്നെ ഇതിൽ കയറ്റിയിട്ട് എങ്ങനെ കളിക്കാനൊക്കെ ഉള്ള ഫുൾ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. വീഡിയോ ചേർക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അത് നോട്ടിഫിക്കേഷൻ എവിടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി, നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ ഒരു ലോറിയാണ്. 14 വീലുള്ള നല്ല ഹെവി വണ്ടിയാണ്. അപ്പോൾ ഇതാണ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് മുമ്പിൽ നോക്കി കാണാം. നമ്മുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ലോഗോ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. പിന്നെ അത്യാവശ്യം ലഗേജിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി ഇൻറ്റീരിയർ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഇൻറ്റീരിയർ അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഡൗൺലോഡ് ചെയ്യേണ്ടതും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതൊക്കെ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു ഇതെല്ലാ മോഡുകൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ഡൗൺലോഡ് ചെയ്യാറ്. നമ്മുടെ SGC Arena എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. SGCarena.com എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെ മുകളിൽ ഒരു സെർച്ച് ബട്ടൺ കാണാം. സെർച്ച് ബട്ടൺ ജസ്റ്റ് എടുക്കുക. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ലോറിയുടെ പേര് അശോക് ലൈലാൻഡ്, നമ്മുടെ കമ്പനിയുടെ പേര് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അശോക് ലൈലാൻഡ് എന്ന് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തത്. അശോക് ലൈലാൻഡിൻ്റെ 14 വീലർ ട്രക്കാണ്. പിന്നെ അതുപോലെ തന്നെ ടാറ്റയുടെ ട്രക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യുന്നത് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇതുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലേക്ക് ഇതേപോലെ സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ അടിയിലൊരു ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ഒരു ഡൗൺലോഡ് എന്ന് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഡൗൺലോഡ് അശോക് ലൈലാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്രാവശ്യം ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഡൗൺലോഡ് അഗൈൻ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ്ട്രാക്ട് ചെയ്യണം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക. ഏതെങ്കിലും ഒരു ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യാണ്. ഇഷ്ടമുള്ള ഫോൾഡറിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യണം. അതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്തൊന്ന് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഫയൽ കാണാം. അശോക് ലൈലാൻഡ് BS3 14 വീലർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അമർത്തുക. മൂവ് കൊടുക്കുക. ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക. ഡോക്യുമെൻറ്റ്സ് എടുക്കുക. ബസ് ID എടുക്കുക. മോഡ് എടുക്കുക. ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. നമ്മളിവിടെ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് മോഡൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോഡൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഒരുവിധം എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു അശോക് ലൈലാൻഡിൻ്റെ ട്രക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത്ര ഉണ്ടായുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയ വീഡിയോ ഇഷ്ടപ്പെട്ടിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അത് നോട്ടിഫിക്കേഷൻ എവിടെ. പിന്നെ ഞങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ വീഡിയോ കണ്ടതിന് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.